നോക്കട്ടെ വീഡിയോയിൽ ഇത് പെർഫോമൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇതാണ് സംഭവം. ഓക്കെ, ആ ഇതിൻ്റെ പേര് ലണ്ടൻ ഓപ്പൺ സ്ട്രാറ്റജി എന്നാണ്. ലണ്ടൻ ഓപ്പൺ സ്ട്രാറ്റജി എന്നാണ് പേര് വരിക. ഇതിൽ നമുക്ക് ഏതാണോ ടൂൾ എങ്കിൽ അതെടുക്കാം. ഏത് നമുക്ക് ഗോൾഡൻ എടുക്കാം. ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ സെറ്റപ്പ് ഇല്ലേ, സെറ്റിങ്സ്, ആ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഇത് സെറ്റിങ്സ് ഓക്കെ, ട്രേഡിംഗ് വ്യൂവിൽ സെറ്റിങ്സിൽ പോവാം. ഇവിടെ ന്യൂയോർക്ക് ആക്കണം സമയം. മനസ്സിലായോ? UTC എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂയോർക്ക് ടൈം ആക്കി മാറ്റണം. ഇത് 24 മണിക്കൂറിൻ്റെയാണ് നമുക്ക് ആക്കേണ്ടത്. ട്രേഡിംഗ് ക്യാൻവാസ് സെറ്റപ്പിലോ സ്റ്റാറ്റസ് സെറ്റപ്പിലോ സ്റ്റാറ്റസ് ഓൺലൈനിലോ സിംബൽസിലോ ഇവിടെ ഈ സ്കെയിൽ ആൻഡ് ലൈൻസിൽ താഴെ പോയാൽ എനിക്ക് കാണാം 24 മണിക്കൂർ എന്നുള്ള. അത് ന്യൂയോർക്ക് ലണ്ടനിലേക്ക് മാറ്റി ന്യൂയോർക്കിലേക്ക് മാറ്റണം ആദ്യം. ഓക്കെ, ഇതിപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇത് സമയം ന്യൂയോർക്കിലേക്കാണ് മാറ്റേണ്ടത്. അത് ഫിക്സായി, അതിന് ചേഞ്ച് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതിലെന്താണ് ഈ സ്ട്രാറ്റജിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ, ലണ്ടനിൽ എന്താണോ, ലണ്ടൻ ഓപ്പണിങ്ങിൽ എന്താണോ ഇവിടെ സംഭവിച്ചത് അത് തന്നെ ആയിരിക്കും അടുത്ത ലണ്ടൻ ഓപ്പണിങ്ങിൽ സംഭവിക്കുക. മനസ്സിലായോ? ലണ്ടൻ അപ്പോൾ ചേഞ്ച് ചെയ്യണ്ട, റെക്കോർഡിങ് കിട്ടും, അപ്പോൾ ഇരുന്ന് ചേഞ്ച് ചെയ്താൽ മതി. മറ്റേ എനിക്ക് ടൈം കൂടും. ഇപ്പോൾ ഇത് വീഡിയോ മാത്രം നോക്ക്, ഇപ്പോൾ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. അപ്പോൾ ലണ്ടൻ സെക്ഷനിൽ എന്താണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും എനിക്ക് അടുത്ത ലണ്ടൻ ലണ്ടൻ്റെ സെയിം. അത് എവിടെ വെച്ചാൽ ICT കിൽ സോണില്ല, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഇതുണ്ടല്ലോ, സെറ്റപ്പ് ഉണ്ടല്ലോ, ആ സെയിം സെറ്റപ്പിൽ നമ്മൾ ഏഷ്യ മാത്രമേ ഓണാക്കിന് നേരത്തെ. അതിപ്പോൾ ഏഷ്യൻ ഒഴിവാക്കി ലണ്ടൻ ഓപ്പൺ കൊടുക്കുക. ലണ്ടൻ ക്ലോസ് ഉണ്ട്, ലണ്ടൻ ഓപ്പണിങ് മാത്രം. ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി ഇതിനകത്ത് നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ എന്ത് സംഭവിച്ചോ അത് തന്നെ ആയിരിക്കും ഇതിന് ശേഷം സംഭവിക്കാൻ പോണ കാര്യങ്ങൾ. ഇവിടെ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോണേ. പക്ഷെ അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ്ലി മാനിപ്പുലേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് IPDA ഡയറക്ഷനിൽ നോക്കണം. IPDA ഡയറക്ഷൻ ചാറ്റ് GTPയിലൂടെയാണ് നോക്കാൻ പറ്റുക. അപ്പം ഫ്രീ വെർഷനിലും കിട്ടും. ഈ അത് ഓപ്പൺ ആക്കിനോ? സാധാരണ നമ്മൾ ചാറ്റ് GTPന്ന് ടൈപ്പ് ചെയ്യാം. ചാറ്റ് GTPന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന സാധനം ഇത് ഓപ്പൺ AI ഇത് ഏജൻ്റാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഇമെയിൽ അഡ്രസ്സൊക്കെ വെച്ച് ഓപ്പൺ ആക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ്.
ഇതിപ്പോൾ എൻ്റെ നേരത്തെ ഓപ്പൺ ആയതുകൊണ്ട് അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്, വേറെ ഒന്നുമില്ല. സാധാരണ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ ഇമെയിൽ അഡ്രസ്സ് വെച്ചാണ്ട് ഓപ്പൺ ആക്കൂലേ, സെയിം സിസ്റ്റം, സെയിം സിസ്റ്റം തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഗൂഗിളിൽ പോവുക, ചാറ്റ് GPT ടൈപ്പ് ചെയ്യുക. ഇത് നമുക്ക് എപ്പോഴും നോക്കേണ്ട ഒരു സാധനം ആയതുകൊണ്ടാണ്. ചാറ്റ് GPT ഓപ്പൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ ലോഗിന് കൊടുക്കുക. ലോഗിന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിള് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക. ആ സാധനം ഓപ്പണായി, അത്രയേ ഉള്ളത്. ഇത് നമ്മളെ ഫസ്റ്റ് പേര് എന്താ വെച്ചാൽ കൊടുക്കുക, 0807 ഓപ്പണായി. ഇനി എനിക്കൊരു PDF അയച്ചിടണല്ലോ. ഞാൻ എന്ത് ചോദിച്ചേ? എനിക്കൊരു PDF അയച്ചിക്കണം. ഈ PDF ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കാണും, താഴെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കാണാം, ഇതില്ലേ IPDA ഡയറക്ഷൻ ചെക്ക് ചെയ്യുക ഐക്കോഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യാം, ഇവിടെ വരെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഇത് ചാറ്റ് GPT കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് കൊടുക്കുക. ഈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമുക്ക് ഇതാണ് വേണ്ടത്, പെയർ. ഈ പെയറിൻ്റെ ബേസിൻ്റെ ഇൻട്രസ്റ്റ് ആണിത്, യൂറോൻ്റെ ഇൻട്രസ്റ്റ് ആണിത്, USDൻ്റെ ഇൻട്രസ്റ്റ് ആണിത്. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 0.51 എന്നാണ്. ഒന്നിന് താഴെ ഉള്ളത് എന്തും ബാരിഷാണ്, സെൽസൈഡ്. ഒന്നായിട്ട് നിൽക്കുന്നത് ഒക്കെ സൈഡ് വൈസ് ആണ്. ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, ഡയറക്ഷൻ ഇല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയും പോകാമെന്നുള്ള. ഇനി മറിച്ച് ഇത് ഒന്നിന് മേലെയാണ്, ഒന്നിന് മേലെ 8.5 ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ബുള്ളിഷാണ്. ബാക്കി ഇതിൽ ഈ ഡേറ്റ് കാണിക്കുന്നത് ശരിക്കും 3 മാസം 5 വർഷമൊക്കെ എടുക്കും ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആവാൻ. അത് നമ്മൾ നോക്കണ്ട, അത് പലതും പല ക്വാളിറ്റിയിലാണ്. ഓക്കെ, ആ ലൈവില് അതെ, അത് എന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് അങ്ങനെ തന്നെയാണ് വരിക. ഇതിൽ CHF കാണിക്കണില്ല, അതെന്താ കാരണം എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഗോൾഡിൻ്റെ ഉണ്ടല്ലോ, ബാരിഷാണ് ഗോൾഡിൻ്റെ. പക്ഷെ ഇതിൽ CHF USDൻ്റെ എന്താ ഇത് കാണിക്കാത്താവോ? ഇതിൽ കാണിക്കണില്ല, സംഭവം കാണിക്കേണ്ടതാണ്. എനിക്ക് ഏതെങ്കിലും ഒരു സിംഗിൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടും. 6 ബാങ്ക് പോളിസി പ്രകാരം CHFൻ്റെ ബേസ് 20 ആക്കിയാണ്, എഫക്റ്റീവ് ജൂൺ 1 ഒക്കെയാണ് കാണിക്കണേ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി എന്നാണ് ഇതിനകത്തുള്ളത്, വേറെ ഒന്നുമില്ല ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ കോഡ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും. ഇതിപ്പോൾ എന്താ ഈ CHFൻ്റെ കാണിക്കാത്ത അറിയില്ല. എന്തായാലും ഇത് കാണിക്കണില്ല, ഇപ്പോൾ CHFൻ്റെ കാണിക്കണില്ല, ഇതിൽ 0 ആണ് കാണിക്കുന്നത്. ശരിക്കും അത് വാല്യൂ കാണേണ്ടതാണ്. ഞാൻ എനിക്ക് അയച്ച് തന്നേൽ നോക്കിയാൽ കാണാം. എല്ലാത്തിൻ്റെ ഉണ്ടാവും ഇതിൽ. ഞാൻ അയച്ചു തന്ന് നോക്കിയാലും മതി, അതിനകത്തുണ്ടാവും. ഇതിൻ്റെ ഈ CHFൻ്റെ ഡാറ്റ ഇതിൽ എടുക്കണില്ല, പക്ഷെ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചതിൽ എടുക്കുന്നുണ്ട്.
ആ അത് എന്താണ് സംഭവം എന്ന് എനിക്കും അറിയില്ല. അത് ഷെഡ്യൂൾഡ് ഇട്ടാണ്, അതിന് കോഡിൻ്റെ പ്രശ്നമാണോ എന്താ അറിയില്ല. പക്ഷെ എനിക്ക് അയച്ചെന്തെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുമായി നോക്കിയാലും മതി. എന്നും മാറുന്ന സാധനമല്ലത് കേട്ടോ. ഇതിങ്ങനെ ഡെയിലി മാറുന്ന സാധനമല്ല. ഇത് ഇന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കിൽസോണിൻ്റെ സെറ്റപ്പിൽ ഇത് മാത്രം ഓപ്പൺ ആക്കി വെക്കുക. ലണ്ടൻ എന്നുള്ള സംഭവം ഓപ്പൺ ആക്കി വെക്കുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു ഡേറ്റാണ് ഈ ലൈൻ ടൂൾ യൂസ് ചെയ്യാം. ഇവിടെ താഴെ 24 മണിക്കൂറാക്കിയാലേ എനിക്ക് 00 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതില്ലേ ഈ ഒരു പോയിന്റിൽ താഴെ നോക്കിയാൽ കാണാണ്ടില്ലേ, ഫ്രൈഡേ 20-ാം തീയതി ജനുവരി 2025 00:00 അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇനിയുള്ള ഭാഗം എന്താ വെച്ചാൽ ഇതൊക്കെ സെയിമാണ്. ഇനിയുള്ള ഭാഗം ഇതാണ് നമുക്ക് നോക്കേണ്ട ഡയറക്ഷൻ. ഇതാണ് നമ്മൾ നോക്കേണ്ട ഡയറക്ഷൻ. ഈ നോക്കേണ്ട ഡയറക്ഷനിൽ നമുക്ക് ഈ കളറിൽ ഏറ്റവും ലോ വരുന്ന പാർട്ടാണ് ഇത്. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഈ കളറിൽ ഏറ്റവും ഹൈ വരുന്ന ഭാഗമാണ് ഇത്. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഈ സെക്ഷൻ എന്തിനാ അടയാളപ്പെടുത്തി വെച്ചാൽ ഇതിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മേലോട്ടാണ് പോണത്. ഇത് ഗോൾഡാണ് അല്ലേ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മേലേക്കാണല്ലോ പോണത്. അപ്പോൾ ഗോൾഡിൽ നമുക്ക് കിട്ടിയത് ബാരിഷാണ്. ബാരിഷ് ട്രേഡ് മാത്രമേ ഇതിൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പം ഈ ദിവസം എനിക്ക് ട്രേഡില്ല. ഇത് ബാക്കോട്ട് പോകുമ്പോൾ ഒരു ദിവസത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടിയത്. അതായത് താഴെ വന്നു മേലോട്ട് പോയി എന്നുള്ളത്. ഇതിലും എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലോ. ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ മേൽഭാഗത്തേക്കാണ് മാർക്കറ്റ് വരുന്നത് എങ്കിൽ ബൈ ആണ് നമ്മൾ നോക്കേണ്ടത്. ഏഷ്യൻ്റെ സ്ട്രാറ്റജിയിൽ മേൽഭാഗത്ത് കയറിക്കഴിഞ്ഞാൽ സെല്ലാണ് നോക്കേണ്ടത്. ഇതിൻ്റെ നേരെ തിരിച്ച് മേലെ കയറിക്കഴിഞ്ഞാൽ ബൈ, താഴേക്കാണെങ്കിൽ സെല്ല്. ഇതെന്താ സംഭവിച്ചു വെച്ചാൽ ഇതിലൊരു പാർട്ട് എന്താ വെച്ചാൽ ഈ 00 എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോപ്പ് ഇവിടെ വരുമല്ലോ, അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രേഡൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ ട്രേഡ് എടുക്കേണ്ട ടൈമേ അല്ല. എൻ്റെ ട്രേഡിംഗ് ടൈം ഇതാണ്. ഇതിന് ശേഷമാണ് വരിക ട്രേഡിംഗ് ടൈം. ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ ഹൈ ബ്രേക്ക് ചെയ്തു, അപ്പോൾ ബൈ ആയി. പിന്നെ നേരെ വന്ന് സെല്ല് ബ്രേക്ക് ചെയ്തു, അപ്പോൾ സെല്ലായി. ഇങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ട്രേഡ് ഇല്ല. അപ്പോൾ ഹൈയും ബ്രേക്ക് ചെയ്തു ലോവും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ഇല്ല. നമുക്ക് നോക്കേണ്ട ഡയറക്ഷൻ സെല്ലാണ്. ഇതാണെങ്കിൽ ബൈയിലേക്കാണ് പോയത്, അതും ട്രേഡ് ഇല്ല. അടുത്ത ദിവസം കാരണം എനിക്ക് രാവിലെ ആകുമ്പോഴത്തേന് ഈ പിക്ചർ മുഴുവൻ കിട്ടും. മനസ്സിലായോ? ഹലോ കട്ടായോ? ഹലോ കട്ടായോ? എങ്ങനെ അപ്പം ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഭാഗം സ്വീപ്പ് ചെയ്തുകൊണ്ട് ട്രേഡില്ല. മനസ്സിലായോ? പിന്നെ ഇതിലും നമ്മൾ ട്രേഡ് എടുക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ ബാരിഷാണ്, ഇത് ബുള്ളിഷിക്കാണ് പോകണം, മേലേക്കാണ് പോകണം. അപ്പോൾ അതിലും ട്രേഡില്ല. അപ്പോൾ എനിക്ക് രാവിലെ ഈ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 ഈ ടൈം.
അപ്പോഴാണ് ഈ നോക്കുക എന്താ ഇവിടെ നടന്നതെന്നുള്ളത്. അപ്പം ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് ബൈ ട്രേഡ് എടുക്കാം. ഇവിടെയും വന്ന് നോക്കിയപ്പോൾ അതേപോലെ തന്നെയാണ്. ഹൈ ഇതാണ്, അതും ബ്രേക്ക് ചെയ്ത്, ലോ ഇതാണ്, ഇതും ബ്രേക്ക് ചെയ്ത്, ഇന്നും ട്രേഡ് ഇല്ല. ഇനി ബാക്കിലോട്ട് പോകുമ്പോൾ ഇതും അതന്നെ സാധാ, ഇത് ബാരിഷ് ആണെന്ന് ട്രേഡ് ഇല്ല. ഇത്ര വരെ ഡാറ്റ കിട്ടണുള്ളൂ. ഇല്ല, ഇതൊക്കെ ബൈ ആണ്. ഈ ബൈ ആവുമ്പോൾ എനിക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ആദ്യം ഇതാണ് നോക്കേണ്ടത്, ഇത് ഏതാ ഡയറക്ഷൻ. ഇത് നമ്മൾ IPD ഡയറക്ഷനിൽ വരികയാണെങ്കിൽ ഇത് ബാക്കി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഹൈ ആണോ ബ്രേക്ക് ചെയ്ത്, ലോ ആണോ ബ്രേക്ക് ചെയ്ത്. ഇതിപ്പോൾ ഇത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുക ഇതാണ് ഇതിൻ്റെ ഹൈ മാത്രമേ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ, ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് വെച്ചാൽ ഈ ഡയറക്ഷൻ തന്നെ തെറ്റാണ്. നമുക്ക് ബൈ ആണ് കിട്ടേണ്ടത്, മേലേക്ക് പോകുന്ന ഡയറക്ഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതും ട്രേഡ് ഇല്ല. ഇനി വേറെ ഒരു സ്ക്രിപ്റ്റിൽ നോക്കാം. UST-JPY. UST-JPY എന്താണ് സിഗ്നൽ? UST-JPY ഇതാണത്. UST-JPY ബുള്ളിഷാണ്, അപ്പോൾ ബൈ ആണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കി നോക്കാം. ഇല്ല, അതിന് എന്തിനാ അങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കണേ. ഇല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇത് നോക്ക്, ഈ ദിവസം നമുക്ക് ട്രേഡ് തന്നെ ഇല്ല. എനിക്ക് ഇതുണ്ടായതിന് ശേഷം ട്രേഡ് ഉള്ളൂ. ഈ സെറ്റപ്പ് നമുക്ക് ശരിയാകുകയാണെങ്കിൽ ഇവിടുന്നാണ് നമുക്ക് ട്രേഡ് ഉള്ളത്. ഇപ്പം ഈ പറഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം ഈ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തലേന്നത്തെ ഡാറ്റയാണ് നോക്കേണ്ടത്. ഇന്നത്തെ ഡാറ്റയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 12 മണി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ 12 മണി ഈ 12 മണി പറഞ്ഞാൽ 00 സംതിങ് ഇത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ മുഴുവനായി. ഇത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ മാർക്കറ്റ്. ഇവിടെ വെച്ച് തുടങ്ങി ഇവിടെ വെച്ച് അവസാനിക്കുക. ഇവിടെ അവസാനിക്കുന്നതിൻ്റെ പോയിന്റ് നമ്മളൊരു 12 മണി ആക്കി വെച്ചിരിക്കുകയാണ്, റീസെറ്റ് ടൈം ആക്കി വെച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ എനിക്ക് ബുള്ളിഷാണ്. എൻ്റെ എല്ലാ IPD സെറ്റപ്പും, അതായത് ബാങ്കിൻ്റെ സെറ്റപ്പും IPD സെറ്റപ്പും ഒക്കെ ആയിട്ട് റെഡിയായി. അപ്പോൾ ഇതിൽ ലോ അടയാളപ്പെടുത്തി, ഇവിടെയാണ് ലോ. ഹൈ അടയാളപ്പെടുത്തി, ഇവിടെയാണ് ഹൈ. ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് മേലേക്കാണ് മാർക്കറ്റ് പോയത്, പിന്നെ താഴേക്ക് വന്ന് താഴെയും സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇത് രണ്ട് ഭാഗവും സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ട്രേഡ് ഇല്ല സത്യത്തിൽ. ഓക്കെ, ഞാനതിൻ്റെ ഒരു സെറ്റപ്പ് പറയാൻ വിചാരിച്ചിട്ടാണ്. ഇതിൽ എന്നും നമുക്ക് ട്രേഡ് കിട്ടൂല. പക്ഷെ എനിക്ക് 28 പെയറുണ്ട്, 28 പെയറും എനിക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഹൈ 28 പെയറിലും ഇതേ സിസ്റ്റം തന്നെയാണ് വരിക. ഇതിപ്പോൾ നമുക്ക് ട്രേഡ് ഉള്ളൊരു സിസ്റ്റം കണ്ടില്ല, അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കണത്. ഇനിയിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റിലാട്ടോ ഇത് ട്രേഡ് നടക്കുക.
ഇനി ഇപ്പം ഇതാണെങ്കിൽ ഈ ദിവസത്തിൽ എത്തിച്ച് ഇപ്പം നിൽക്കുന്നത് ഈ ദിവസത്തിലാണ്. പക്ഷേ നമ്മൾ മിഡ് നൈറ്റ് 00 എന്ന് പറഞ്ഞ സമയം ഇവിടെ താഴെ നോക്കിയാണ് 00 എന്ന് പറഞ്ഞ സമയത്തിൽ ഈ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞത് ഇതാണ്. ഇതാണ് ഇതിൻ്റെ ഹൈ, ഇതാണ് ഇതിൻ്റെ ലോ. ഈ മാർക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇതുണ്ടല്ലേ, ക്ലീനായിട്ട് ഹൈ മാത്രം ടച്ച് ചെയ്ത് മേലേക്ക് പോയി. നേരത്തെ മാതിരി ഇവിടെ വന്നു താഴത്തേക്ക് വന്നു ഒന്നുമില്ല. അല്ല, ക്ലീനായിട്ട് വന്നു. ക്ലീനായിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഡയറക്ഷൻ ശരിയാണോ നോക്കേണ്ടത്. ഇവിടുന്ന് ബൈ ആണ്, നമുക്ക് ബൈ ആണ് കിട്ടേണ്ടത്. അത് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഈ ദിവസം മൊത്തമായിട്ട് വന്ന ഹൈ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ദിവസം മൊത്തമായിട്ട് വന്ന ലോ ഇതാണ്. ഓക്കെ, ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ടാർജറ്റിന് വേണ്ടിയാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്ന SL വേണ്ടിയാണ്. തൽക്കാലം അത്ര മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ഫിബൊനാച്ചി ടൂൾ എന്ന് പറഞ്ഞ ടൂൾ എടുക്കണം. ഈ ഫിബൊനാച്ചി ടൂൾ എടുക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു. നമ്മൾ ഫിബൊനാച്ചി ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു. ഇതിൻ്റെ സെറ്റിങ്സ് ആണ് പ്രധാനം. ഇതിൻ്റെ സെറ്റിങ്സിൽ ഇങ്ങനെ തന്നെ വരണം. ആദ്യത്തെ കള്ളിയിൽ 1 എന്നും രണ്ടാമത്തേൽ 0 എന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തേൽ 0.71 എന്നും വരണം. 79 വരണം. എന്നിട്ട് ഇത് ഓക്കെ പ്രസ് ചെയ്യുക. ബാക്കിയൊക്കെ ടിക്കുള്ളതൊക്കെ ഒഴിവാക്കുക. ഇത് മാത്രം മതി നമുക്ക്. ഓക്കെ, അപ്പം ഇതുവരെ രാവിലെ നീച്ച് 9:30 ആകുമ്പോഴാണ് 9:30ക്കാണ് ഈ ലൈന് വരിക. ഇത് രാവിലെ നീച്ച് 10 മണിക്ക് മാർക്കറ്റിക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് കിട്ടി. നല്ല ക്ലീനായിട്ട് കിട്ടി, ബൈ ആണെന്നുള്ളത്. ഇനി ഫിബൊനാച്ചി ടൂൾ ഉപയോഗിച്ചിട്ട് ബൈ ആയതുകൊണ്ട് താഴെയിൽ നിന്ന് മേലോട്ട് വരക്കുക ഇതുവരെ. ഓക്കെ, ഇനി സെല്ലാണ് എന്നുണ്ടെങ്കിൽ മേലെ നിന്ന് താഴത്തേക്കാണ് വരക്കേണ്ടത്. സെല്ലാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ബൈനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, ബൈ ആണ്. അപ്പം ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ ഓപ്പൺ ചെയ്തിട്ട് താഴത്ത് തൊട്ടിട്ട് മേലേക്ക് ഇങ്ങനെ വരക്കുക. ഇങ്ങനെ വരക്കുമ്പോൾ എനിക്ക് ഈ ഒരു ലെവലില്ല. ഇതാണ് ബൈ ചെയ്യണ ലെവൽ. പിന്നെ രാവിലെ വന്ന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നേരെ മാർക്കറ്റിൽ കയറുക. മാർക്കറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ നേരെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ബൈ കൊടുക്കുക. ഇതാണ് എൻ്റെ SL. ഇവിടുന്ന് നേരെ മേലേക്ക് ഇതാണ് എൻ്റെ TP. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് നീക്കുക. ഇതിട്ട് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഇതൊന്നും അത് നോക്കണ്ട, അതിനകത്ത് സംഭവിക്കണോ. അടിച്ചിട്ട് നേരെ സാധനം തിരിച്ചിറങ്ങിയാണ്ട് ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഈ ട്രേഡിങ് നടക്കുന്ന സമയം ന്യൂയോർക്ക് ഓപ്പണായി. ഈ ന്യൂയോർക്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ സകലമാന ഹൈയും സകലമാന ലോവും പൊട്ടിക്കലാണ് ന്യൂയോർക്കിൻ്റെ പണി. ഹൈ ഓല് പൊട്ടിച്ചു, ലോ ഓല് പൊട്ടിച്ചു. ആ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്ത്. നമുക്ക് ഇവിടെ വന്നിട്ട് ഈ കോള് ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അതെടുത്ത് മേലോട്ട് പോയി മേലത്തെ ഹൈ ഇതേനി അതുപോലെ പൊട്ടിച്ച് നേരെ താഴത്തേക്ക് ഇറങ്ങി താഴത്തെ ലോ ഇതാണ്, അതും പൊട്ടിച്ചു. ഇതാണ് ന്യൂയോർക്കിൻ്റെ പണി. യഥാർത്ഥ ട്രേഡ് നടക്കേണ്ട ഡയറക്ഷനും യഥാർത്ഥ ട്രേഡ് വരേണ്ടതും എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ന്യൂയോർക്ക് പോവുക. മനസ്സിലായോ? അത് നമ്മളെ സബ്ജക്റ്റ് അല്ല. ഞാനത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ
അത്രയും മാനിപ്പുലേഷൻ അതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡിംഗ് സെറ്റപ്പ് ട്രേഡ് വരിക. അപ്പോൾ ഈ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ഹൈ സ്വീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. കാരണം ഈ USD/JPYയിൽ എന്താണ് ബുള്ളിഷ് മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ദിവസം നോക്കുക, ഇവിടെ ബുള്ളിഷാണ്, ഇതെനിക്ക് കറക്റ്റ് ട്രാക്കാണ്. പക്ഷേ ഇവിടെ ഒരു പോരായ്മ എന്താ വെച്ചാൽ കറക്റ്റ് ട്രാക്കാണ്. ഇതിപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇനി 12:00 അതായത് 12 മണിയില്ലേ ക്ലോക്ക് റീസെറ്റ് ആവുന്ന സമയം, ആ സമയം മാർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞത് ഇതാണ്, ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ എന്താ ചോദിച്ചു വെച്ചാൽ ഇവിടെ ആദ്യം ബൈ സിഗ്നൽ തന്ന് എനിക്ക്, പിന്നെ സെൽ സിഗ്നൽ തന്ന്. ഇന്ന് നമുക്ക് ട്രേഡ് ഇല്ല. ഇത് ശരിയാണ്, ബുള്ളിഷാണ്, പക്ഷെ ട്രേഡ് ഇല്ല. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കോൾ കിട്ടും. ഇവിടെ നോക്ക്, ഇവിടെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ലോ എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും ഹൈ എന്ന് പറഞ്ഞ ഇതാണ്. ഈ ദിവസത്തിൽ 12 മണിൻ്റെ ഈ ഒരു ദിവസത്തിൽ ഇതാണ് 12 മണിൻ്റെ ദിവസം. ഈ ദിവസത്തിൽ നോക്കുമ്പോൾ ഹൈ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, കറക്റ്റാണ്. ഇവിടുന്ന് നമ്മൾ ഫിബൊനാച്ചി ടൂൾ എടുത്ത് വരയ്ക്കുമ്പോൾ ലണ്ടൻ ഓപ്പണിംഗ് തൊട്ടുള്ള ലോ തൊട്ട് ലണ്ടൻ അവസാനിക്കുന്നത് വരെ ഇതിൻ്റെ ഇടയിലുള്ള ഏറ്റവും ഹൈ എന്താണോ ഈ ഹൈ ആണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബൈ സിഗ്നലാണ് ഇവിടുന്ന് വേണ്ടത്. ഇവിടുന്ന് നേരെ ബൈ ഇട്ടു, ഇവിടുന്ന് ബൈ ഇട്ടു, ഇത് SL ഇട്ടു. ഇതാണ് ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത്, ഇവിടെയാണ്. ഇത് വന്നു, കോൾ എടുത്തു, എനിക്ക് നേരെ കോൾ എടുത്തു, നേരെ SL അടിച്ചു. ഇത് നേരത്തെ കിട്ടിയ പ്രോഫിറ്റ് അത് പോയി, ഞാൻ ഒഴിവാക്കി. നേരത്തെ കിട്ടിയ പ്രോഫിറ്റ് പറഞ്ഞാൽ 3 ഇരട്ടിയാണ് SLൻ്റെ. ഇത് 3.5 ഇരട്ടിൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഇത് SL അടിച്ചു. SL അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നേരത്തെ കിട്ടിയ 3.5 എന്നുള്ളതിൽ 1 പോയിൻ്റ് എനിക്ക് നഷ്ടമായിട്ട് പോയി, അത്രയേ ഉള്ളൂ. അതായത് SL അടിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ ട്രേഡിൽ 0.10 ട്രേഡ് ചെയ്തു. 0.10 ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് $20 നഷ്ടവും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എനിക്ക് $72 കിട്ടേണ്ടത്. അപ്പം നേരത്തെ അങ്ങനത്തേനൊന്നും നോക്കരുത്. ഇത് നമുക്ക് ലണ്ടൻ്റെ ഹൈ ആണ് ടാർഗറ്റ് ചെയ്യുക. ഇതിൽ എനിക്ക് ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളിന് എനിക്ക് $20 നഷ്ടമാണ്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെടുത്ത കോളിന് എനിക്ക് $75 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാഭത്തിലാണ്. ഇനി ഇതിന് മുമ്പ് വരുന്ന ഈ സെല്ല് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇതും സെല്ലാണ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇതും സെല്ലാണ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇതും സൈഡ് വേസ് പോലെയുള്ളൊരു സാധനമാണ്, ഇത് ബൈ ആണ്, ഇതെനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ എന്ത് ചെയ്തു, ഇതേപോലെ ഇവിടെ വന്നു 12:24 റീസെറ്റാണ് സമയം സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞത് ഇതാണ്, ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞത് ഇതാണ്. ഈ ഫിബൊനാച്ചി ടൂൾ എടുത്തു, ഈ ലോയിൽ നിന്ന് ഹൈയിലേക്ക് വരച്ചു, ഹൈ ഇതാണ് വരിക, ഹൈയിലേക്ക് വരച്ചു. ഹൈയിലേക്ക് വരക്കുമ്പോൾ
ഇത്ര വരെ ഹൈയിലേക്ക് വരച്ചു. ഹൈയിലേക്ക് വരച്ചു. അടുത്ത ദിവസം ഈ ട്രേഡ് ചെയ്യുക. ഇവിടെ നിന്നാണ് എനിക്ക് ട്രേഡിങ് വരേണ്ടത്. ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരിക. ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരിക. ഇതാണ് എൻ്റെ ടാർഗറ്റ് വരിക. ഹൈ. ഇത് കോൾ എടുത്തിട്ടില്ല. ഇത് കോള് എനിക്ക് എടുത്തിട്ടില്ല. പക്ഷേ ഇത് കോൾ എടുക്കേണ്ട കോൾ കിട്ടിയിട്ടില്ല. ഇങ്ങനെയും ദിവസം സംഭവിക്കും. പക്ഷേ മിനിമം നോക്കുക, എനിക്ക് 3.5 ഇരട്ടി കിട്ടും. എനിക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും എനിക്ക് 3.5 കിട്ടും. ഇത് സെല്ല് വന്നു, ഇത് ഇപ്പം എന്താ സംഭവിച്ചു വെച്ചാൽ ഈ ഹൈനും ബ്രേക്ക് ചെയ്തു. ഞാൻ ഓരോ സിനാരിയോ പറഞ്ഞുതരാം. ഇതിന് ഹൈ ഉണ്ടായിന്, ഹൈ ബ്രേക്ക് ചെയ്തു ആദ്യം, പിന്നെ ലോ ബ്രേക്ക് ചെയ്തു. അപ്പം ഈ ദിവസം എനിക്ക് ട്രേഡ് ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഹൈയും ബ്രേക്ക് ചെയ്തു, ലോയും ബ്രേക്ക് ചെയ്തു, ഇത് ട്രേഡ് ഇല്ല. ഇതും അതേപോലെ ഇത് ബാരിഷാണ്, ഇത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബുള്ളിഷാണ് നോക്കേണ്ടത്. ഇത് ബുള്ളിഷാണ്, ഹൈ ബ്രേക്ക് ചെയ്തില്ല, അല്ല ഹൈ ബ്രേക്ക് ചെയ്തു, ലോയും ബ്രേക്ക് ചെയ്തു, നമുക്ക് ട്രേഡ് ഇല്ല. ഇത് ബുള്ളിഷാണ്, ഹൈ ബ്രേക്ക് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു, ഇതും എനിക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് അളന്ന് മുറിച്ച് ട്രേഡ് എനിക്ക് കിട്ടുള്ളൂ. ആ ട്രേഡ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതിൽ ഹൈ ബ്രേക്ക് ചെയ്തു, പക്ഷെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ കോൾ നമുക്ക് എടുത്തു. ഇത് ലണ്ടൻ്റെ ഹൈ വരെ പോയി, ലണ്ടൻ സെക്ഷൻ്റെ ഹൈ വരെ കറക്റ്റ് വന്നു. പക്ഷെ അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട, കാരണം ഇതിലിപ്പോൾ 2% അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ലണ്ടൻ ഹൈ തന്നെയാണ് ടാർഗറ്റ് ചെയ്യണത്. ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക ഓരോന്നിലും നമ്മളിപ്പോൾ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യുക. അപ്പം ഇത് ശരിയായെങ്കിൽ ഇതിൻ്റെ ഡേറ്റ് എന്താണോ, ഈ ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴത്ത് എനിക്ക് കാണാണ്ടില്ല ഡേറ്റ്. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാം. ഇവിടെ താഴത്ത് എനിക്ക് കാണാം. ഈ ഒരു ടൈം വരുന്നിടത്ത് കാണാം 27 മാർച്ച്. അപ്പം IPD ഡയറക്ഷൻ ബുള്ളിഷാണ്, ലണ്ടൻ ഓപ്പണിങ്ങും ബുള്ളിഷാണ്. നമ്മൾ ഒരു സാധനം ശരിയായി. രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ടത്, അത് ഇങ്ങനെ ഒരു പേപ്പർ ഇട്ടാട്ട് എഴുതിച്ചാലും മതി. രണ്ടാമത്തെ നോക്കേണ്ടത് ഹൈ ബ്രേക്ക് ചെയ്തിടണോ ലോ ബ്രേക്ക് ചെയ്തിടണോ. അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, അപ്പോഴും ബൈ ആണ്. നമ്മളെ കാര്യങ്ങൾ റെഡിയായി. പിന്നീട് ഈ കോൾ എടുത്തിട്ട് SL അടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ SL അടിക്കണ ഏത് സ്ക്രിപ്റ്റിലാണോ അത് നമുക്ക് ട്രേഡ് ഇല്ല. ആ സ്ക്രിപ്റ്റ് ട്രേഡ് ചെയ്യേണ്ട. ഏറ്റവും നല്ലതിലേക്ക് വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഏതാണോ ആ സ്ക്രിപ്റ്റിൽ എനിക്ക് ട്രേഡും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ സെല്ലിലേക്ക് പോകരുത് എന്ന് പറയാൻ കാരണം നമ്മൾ IPD ഡയറക്ഷന് ബൈ ആണ്. IPD ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം, എനിക്ക് IPD ഡയറക്ഷൻ എന്താ മനസ്സിലായില്ലേ? ബാങ്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് IPD ഡയറക്ഷൻ, ഇൻട്രസ്റ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ബൈ ആണ്. IPD ഡയറക്ഷൻ്റെ പറഞ്ഞുതരാം. IPD ഒക്കെ ഭയങ്കര ബേസിക്കാണ്, അത് നമ്മൾ എപ്പോഴും നമ്മളടുത്ത് എപ്പോഴും വേണം. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ബേസ് കറൻസി എന്ന് പറഞ്ഞത് JPY ആണ്. അതായത് ഒരുത്തന് JPYൻ്റെ പൈസ കൊടുത്തിട്ട് USD വാങ്ങണം. USD വാങ്ങണം, അത് അത്ര അതിൽ അർത്ഥമുള്ളൂ. അപ്പം JPY എന്ന് പറഞ്ഞ സാധനത്തിന് $9 ഇൻട്രസ്റ്റ് പൈസ എനിക്ക് കിട്ടും. എനിക്ക് US 4.5% ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ.
അപ്പം എങ്ങനെ പോയാലും പൈസ ആൾക്കാർ ഇതിലേക്ക് കയറിടുക, JPYയിലേക്ക് കയറിടുക. മനസ്സിലായി? അതായത് രണ്ട് രാജ്യത്തിൻ്റെ കറൻസി രണ്ട് ബോക്സിലുണ്ട്. അതിൽ ഒരു ബോക്സിലേക്ക് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ 4.50% എനിക്ക് കിട്ടുള്ളൂ. JPYൻ്റെ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 9 രൂപ 9% എനിക്ക് കിട്ടും. ജയിക്കാൻ ഇടുക 9%ലേക്കല്ല ഇടുക, അത്രേ ഉള്ളത്. അപ്പോൾ ബാങ്കിൽ നടക്കുന്ന എന്താ വെച്ചാൽ ആൾക്കാർ ഈ 9%ക്കേ പൈസ ഇടുള്ളൂ. മനസ്സിലായി? 9%ക്കേ പൈസ ഇടുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം ബുള്ളിഷ് ആയത്. ബുള്ളിഷ് ആയത് കൊണ്ടാണ് നമ്മൾ ബുള്ളിഷ് മാത്രം എടുക്കാൻ കാരണം. ബാരിഷ് എന്ന് പറഞ്ഞത് മാനിപ്പുലേഷൻ ചെയ്യാണ്. ഇപ്പോൾ ആൾക്കാരെ, അതായത് ഇത് കുറേ ആൾക്കാർ പൈസ ഇട്ടല്ലോ, ആ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ തല വെക്കരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഡയറക്ഷൻ നോക്കുക ചെയ്യരുതായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ അവിടുന്ന് എന്ത് സംഭവം? ഇപ്പോൾ AUD എന്ന് പറഞ്ഞ ഡയറക്ഷൻ എന്താണ്? സെല്ലാണ്. ഇപ്പോൾ AUD USD എന്ന് പറഞ്ഞതിൽ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സെല്ലാണ്, ബാരിഷാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ബാരിഷിൻ്റെ ഒരു ഡയറക്ഷനാണ് ഈ സാധനം. നമുക്കിത് നോക്കുക. സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് വേണ്ടത് 12:24 ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇത് രാവിലെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെല്ലാ സിസ്റ്റവും റെഡിയാണെന്നുള്ളത്. അതായത് താഴത്തേക്കാണ് വരുന്നത്. ഇതിൻ്റെ ലണ്ടൻ്റെ ഹൈ ഇതാണ്, ഇതിൻ്റെ ലോ ഇതാണ് വരുന്നത്, മാർക്കറ്റിൻ്റെ ലോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇനി നേരെ ഇത് സെല്ലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മേലയിൽ നിന്ന് ഹൈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഏറ്റവും മേലയിൽ നിന്ന് താഴത്തോട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിലാണ് ഇതിൽ സെല്ല് കിട്ടുന്നത്. മനസ്സിലായി? ഇവിടെ നിന്ന് തൊട്ട് ഇത്ര വരെ. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കണം. നോക്കാം. SL അടിച്ചല്ലോ. ഇതിൻ്റെ ലോ ഇതാണ്. ലോ ബ്രേക്ക് ചെയ്ത് ബാരിഷ് എന്നല്ല ഈ സാധനം. AUD USD ബാരിഷ് എന്നാണല്ലോ. ലണ്ടൻ ഓപ്പണിങ് ഓക്കെ. ഇത് കോൾ എടുത്തിട്ടും ഇല്ല. ഓക്കെ, SL അടിച്ചാൽ ഓക്കെ. SL അടിച്ചു. SL അടിക്കണ എത്ര? $15 SL അടിക്കും. ഇത് കിട്ടുകയാണെങ്കിൽ $56 വരെ കിട്ടും. ഓക്കെ, ഇതെന്താ വെച്ചാൽ SL വരൂല എന്നുള്ളൊരു അർത്ഥം ഇതിനില്ല. പക്ഷേ ഈ എങ്ങനെ വെച്ച് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് SLഉം അതുപോലെ തന്നെ SLഉം പ്രോഫിറ്റും SLഉം കൂടി കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എങ്ങനെ പോയാലും പ്രോഫിറ്റിലേത് നിൽക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് രണ്ടിൻ്റെയും പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു കാര്യം വ്യക്തമായിട്ട് കിട്ടും.
ഇത് നമ്മൾ ഓരോന്നിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എനിക്ക് മനസ്സിലായെന്ന് കരുതി. ഇപ്പോൾ സംഭവം ഇത് സ്ട്രാറ്റജി എനിക്ക് മനസ്സിലായോ? ഇത് ഓരോന്നും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എയിലാണോ നല്ലതിലേക്ക് വർക്ക് ചെയ്യണത് അത് ഈ മാർക്ക് ചെയ്ത് വെക്കുക. ആ സ്ക്രിപ്റ്റിലാണ് നമ്മൾ ഇനി പിന്നീട് വർക്ക് ചെയ്യേണ്ടത്. അത് ഏത് സ്ക്രിപ്റ്റിലാണോ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് നോക്കുക. ആ സ്ക്രിപ്റ്റ് മാത്രം എടുത്ത് ട്രേഡ് ചെയ്യുക. അത്രയേ ഉള്ളത്. ഇത് ബാങ്കുകാർക്ക് ഇത് എയിലാണ് ഞാനത് ചെയ്യേണ്ടതെന്നും എയിലാണ് ഞാനത് ചെയ്യാതിരിക്കേണ്ടതെന്നുള്ള ഓൾക്ക് വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായി? ഞമ്മക്കത് അറിയില്ല. അപ്പം നമ്മളത് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇതെനിക്കില്ല. ഇതിൽ IPD ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം എന്താണ്, നമ്മളെ പിന്നെ ഈ ലണ്ടൻ ഓപ്പൺ എഴുതി വെച്ചത് നമ്മളെ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷൻ തന്നെയാണോ ഇത് എന്നുള്ളത് നോക്കാൻ മാത്രമേ അതിന് സഹായമുള്ളൂ. പിന്നെ മാർക്കറ്റിൻ്റെ മൊത്തം വിവരം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 0 പോയിൻ്റ് എന്നുള്ള ഈ ഒരു ടൈമിൽ വരയ്ക്കുക. ഇതിൻ്റെ ഹൈയും ലോണ് നമുക്ക് പിന്നെടുക്കേണ്ടി. ഇതാണ് ഇതിൻ്റെ ഹൈ, ഇതാണ് ഇതിൻ്റെ ഹൈ, ഇതാണ് ഇതിൻ്റെ ഹൈ, ഇതാണ് ഇതിൻ്റെ ഹൈ, ഇതാണ് ഇതിൻ്റെ ലോ. സെക്ഷൻ്റെ ഹൈയും സെക്ഷൻ്റെ ലോവും ബ്രേക്ക് അയക്കണം. ഇവിടെയും തട്ടിക്കണം, ഇവിടെയും തട്ടിക്കണം. അപ്പോൾ നമുക്ക് ട്രേഡ് ഇല്ല. ആദ്യം സെക്ഷൻ്റെ ഹൈയും ലോണ് നോക്കണ്ടി, പിന്നെയാണ് ഇത് നോക്കണ്ടി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ടച്ച് ചെയ്തിട്ട് പോകണം. ആ പോകുന്നത് ഇത് ബൈയാണ് നോക്കണമെങ്കിൽ മേലെയാണ് ടച്ച് ചെയ്യേണ്ടത്, താഴെയാണെങ്കിൽ സെല്ലാണ്. അത് കോംപ്ലിക്കേഷൻ ഉണ്ടോ? എന്താ എൻ്റെ അഭിപ്രായം? ഇല്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഞാനിത് ഒരു പ്രാവശ്യം കേട്ടു. അപ്പം അത് മറക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ ആയിട്ട് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഒരുപാട് പ്രാവശ്യം കണ്ട് അത് മനസ്സിലാക്കി വെക്കാൻ പറ്റും.